എൻ്റെ വായനയിലേക്ക് സ്വാഗതം. കെ ആർ മീരയുടെ കഥ സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30, 2004. ആദ്യമായി ഒരു മുറിക്കുള്ളിൽ തനിച്ചായ ദിവസം. അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ മന്ത്രിച്ചു, കാട്ടുതീ, നിന്റെ കണ്ണുകളിലിപ്പോൾ കാട്ടുതീ. അവൾക്ക് അവനെക്കുറിച്ച് മതിപ്പുണ്ടായി. യഥാർത്ഥമായും കാട്ടുതീയായിരുന്നു അത്. തണുപ്പിൽ സുഖം നൽകുന്ന നെരിപ്പോടിൻ്റെ തീയല്ല, നിലവിളക്കിൻ്റെ തിളങ്ങിക്കത്തുന്ന തീയുമല്ല, നിൽക്കാനോ ഓടി രക്ഷപ്പെടാനോ അനുവദിക്കാതെ ചൂഴ്ന്നെരിയുന്നത്. കാട്ടിൽ ഉണങ്ങിക്കരിഞ്ഞ പൂമരച്ചില്ല കണ്ടെത്തി തീ കൊളുത്തുന്ന വേട്ടക്കാരനെ പോലെ അവളുടെ ഹൃദയത്തെ കത്തിച്ചത് അവനായിരുന്നു. അകമരിച്ചു തീ പുറത്തേക്ക് പടർന്നു. അവളുടെ തൂവലുകൾക്ക് തീ പിടിച്ചു. തൂവലുകളിൽ നിന്ന് കൂടിന് തീ പിടിച്ചു. കൂട്ടിൽ നിന്ന് ചില്ലയ്ക്കു തീ പിടിച്ചു. ചില്ലയിൽ നിന്ന് മരത്തിനാകെയും കാടിനാകെയും തീ പിടിച്ചു. അവൾ ആളിക്കത്തുന്ന കാടായി. ഇഴുകിച്ചേർന്ന് കത്താൻ മറ്റൊരു കാടാണ് അവൾ അഭിലഷിച്ചത്. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു അടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗ്യാസ് അടുപ്പ്. ആവശ്യമുള്ളപ്പോൾ അവൻ പിടിതിരിച്ചു, തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു, കത്തിച്ചു. ആവശ്യം കഴിയുമ്പോൾ പിടി വീണ്ടും തിരിച്ചു, തീ അണച്ചു. പക്ഷേ കാട് അതിൻ്റെ അവസാനത്തെ പുൽക്കൊടിയും അവസാനത്തെ പക്ഷിക്കുഞ്ഞും ചാമ്പലാകും വരെ കത്തി. കത്തിത്തീർന്നിട്ടും പുകഞ്ഞു. പുക ശമിച്ചിട്ടും ചുട്ടുപഴുത്തു. ഇനി എത്ര മഴ പെയ്യണം, മഞ്ഞുതിരണം ഈ മണ്ണ് തണുക്കാൻ, പഴയതുപോലെ തളിർക്കാൻ. സെപ്റ്റംബർ 30 അതേ നേരത്ത് അവൾ ഓഫീസിൽ എല്ലാവർക്കും മിഠായി വിതരണം ചെയ്തു. എൻ്റെ വിവാഹം നിശ്ചയിച്ചു, എല്ലാവരും ഒന്ന് അഭിനന്ദിച്ചേ. തിരക്കിനിടയിലും എല്ലാവരും കൈയടിച്ചു, തമാശ പറഞ്ഞു. അവൾ ഇളകിച്ചിരിച്ചു. സെപ്റ്റംബർ 30 എൻ്റെയും അക്കൗണ്ട് ക്ലോസിംഗ് ഡേ. സെപ്റ്റംബർ 30, 2005. വെൺതേക്കിനു മുകളിലെ ഏറുമാടത്തിൽ ഒന്നിച്ചെരിഞ്ഞ അതേ നേരത്ത് ഓഫീസ് ഹാളിൻ്റെ അങ്ങേയറ്റത്തെ ക്യൂബിക്കിളിൽ അവൻ പുറംതിരിഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് പുകഞ്ഞു. അഗ്നിപർവ്വതത്തിന് മുകളിലെ അരക്ഷിതത്വം. അന്തരീക്ഷത്തിൽ വെടിമരുന്ന് മണക്കുന്നു. ആരോ കാഞ്ചി വലിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പ്രായക്കൂടുതലുള്ള സ്ത്രീയെ പ്രേമിക്കരുത്, ലാളിച്ചും സംരക്ഷിച്ചും നശിപ്പിക്കും. വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന സ്കൂൾ കുട്ടിയാക്കും. റോമി, നീ ഭക്ഷണം കഴിച്ചോ? ഇന്ന് നല്ല തണുപ്പുണ്ട്, ജ്യൂസ് കുടിക്കണ്ട. കൂട്ടുകാരുടെ കൂടെ അധികം ചുറ്റണ്ട. നീ റൂമിൽ നിന്ന് പുറപ്പെട്ടോ? മെസ്സേജ് അയക്കണം. നീ റൂമിൽ മടങ്ങിയെത്തിയോ? മെസ്സേജ് അയക്കണം. നീ ഉണരുന്നത് ഞാൻ അറിയണം, നീ ഉറങ്ങുന്നതും എനിക്കറിയണം. എത്രയെന്ന് വെച്ച് സഹിക്കും? കറുത്തിട്ടും മെലിഞ്ഞിട്ടും ഉയരം കുറഞ്ഞിട്ടും ഒരു സ്ത്രീ. തൂവെള്ള വലിയ കണ്ണുകൾ, തൂവെള്ള അരിപ്പല്ലുകൾ. മുഖത്ത് നിഷ്കളങ്കതയുണ്ട്, അപൂർവമായൊരു അഴകുണ്ട്. അത്രയേയുള്ളൂ, അതുമാത്രമേയുള്ളൂ. ഒന്ന് വെറുതെ മുട്ടി. ഇങ്ങനെ ഒട്ടുമെന്ന് ആര് കണ്ടു? എന്തൊരു തൊല്ല! എന്നോട് പറയാതെ നീ എന്തിനാ സിനിമയ്ക്ക് പോയത്? ആ ഷർട്ട് നിനക്കാരാ വാങ്ങിത്തന്നത്? കാണട്ടെ നിന്റെ ഫോൺ. ഇതാരുടെ നമ്പർ? ഏതാ ഈ പെണ്ണ്? അവളെന്തിനാ നിന്നെ വിളിക്കുന്നത്? എനിക്കറിയാം, നിനക്കെന്നെ മടുത്തു. സെപ്റ്റംബർ 30. അന്നു മുതൽ എല്ലാം മാറി. സെപ്റ്റംബർ 30, 2003. അക്കൗണ്ട് ക്ലോസിംഗ് ഡേ. അവൻ ചേർന്ന വർഷം. ദിവസങ്ങളോളം രാത്രി വൈകിയും ജോലി. ഒന്നിച്ച് ഒരുപാട് സമയം. പണിയെല്ലാം തീർന്നപ്പോൾ പാതിരാത്രി. വാനിൽ പൊന്നരിവാൾ അമ്പിളി. നടക്കുമ്പോൾ അവൻ മൂളിപ്പാട്ടു പാടി, അവൾ ഏറ്റുമൂളി. അവർ ഒന്നിച്ചു പാടി, ഒന്നിച്ചു ചിരിച്ചു. ഓഫീസിനു സമീപം ഒരു വീടിൻ്റെ മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അവളുടെ ഗേറ്റ് വരെ അവൻ കൂട്ടുചെന്നു. പിരിഞ്ഞതിന് ശേഷം താങ്ക് യു എന്ന് SMS അയച്ചു. ജൂനിയേഴ്സിനെ സഹായിക്കേണ്ടത് കടമ മാത്രം എന്ന് അവൾ മറുപടി കൊടുത്തു. നിങ്ങളിപ്പോൾ ഒരു സീനിയർ ഉദ്യോഗസ്ഥ മാത്രമല്ല എന്ന് അവൻ്റെ മറുപടി വന്നു. പിന്നെ? അവൾ തമാശയോട് ചോദിച്ചു. എൻ്റെ ആരോ ആണെന്ന തോന്നൽ. ആര്? അവൾ പരിഭ്രമിച്ചു. നിന്റെ ആരാണു ഞാൻ? സെപ്റ്റംബർ 30, 2005. അവൻ മേശമേൽ കൈമുട്ടുകൾ കുത്തി മുഖം പൊത്തിയിരുന്നു. ആരായിരുന്നു അവൾ? ഓഫീസിലെ ഏക ആശ്വാസം. ജോലിയിൽ നല്ല സാമർഥ്യം, നല്ല പെരുമാറ്റം, നല്ല നർമ്മബോധം. പക്ഷേ കാണാൻ മോശം, പ്രായക്കൂടുതൽ, നിറക്കുറവ്, കൊണ്ടു നടക്കാൻ പോരാ. എങ്കിലും അവളിലൊരു വെല്ലുവിളിയുണ്ടായിരുന്നു. അത് സ്വീകരിക്കുന്നതിൽ ഒരു ഹരമുണ്ടായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ച കുടുംബം, 2 സഹോദരിമാരെ പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ചതും അവൾ. അവൻ മുറിവ് വേഗം കണ്ടെത്തി. വിവാഹം. അവൻ മുറിവിൽ തൊട്ടു. വിവാഹമോ? എനിക്കെന്തിന് വിവാഹം?
അവൾ അന്തസ്സു നടിച്ചു. എനിക്ക് ആരെങ്കിലും പോരാ, എൻ്റെ പദവിക്കും വിദ്യാഭ്യാസത്തിനും യോജിച്ചൊരാൾ വേണം. അങ്ങനെയൊരാൾ ഒരു സുന്ദരിയെ തന്നെ ആഗ്രഹിക്കും എന്ന് ആരു പറഞ്ഞു? അവൻ തർക്കിച്ചു. ഇതിനകം 43 പേർ ഓരോ തവണയും ഇറങ്ങി നിൽക്കുന്നു. അവർ അളവെടുക്കുന്നു, മുഖം മങ്ങുന്നു. ആരുടെയും സങ്കല്പത്തിലെ സൗന്ദര്യധാമമല്ല ഞാൻ. ആരു പറഞ്ഞു? അവൻ ഖണ്ഡിച്ചു. യു ആർ ചാമിങ്. അവൾ ശോഭിച്ചു. നിന്റെ സഹതാപമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. ഒരു പരാതിയുമില്ല, ഒരു സങ്കടവുമില്ല. ഞാൻ തനിച്ചു മതി. എനിക്കൊരു പുരുഷനെ ആവശ്യമില്ല. പക്ഷേ ഒരു പുരുഷന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിലോ? ഒരാൾക്ക് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അവൻ്റെ ആർദ്ര ശബ്ദം. അവൾ കണ്ണുകൾ അടച്ചു. ശരീരം പുകഞ്ഞു. കണ്ണുകൾ നീറി. പുക, പച്ച വിറകിൻ്റെ പുക. ഐ ആം ഇൻ ലവ്. അവൻ്റെ ഇടറിയ ശബ്ദം. നീ സുന്ദരിയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരി. നീയോ? എന്താ നീ വിളിച്ചത്? അവളുടെ ശബ്ദം ദുർബലമായി. ശരീരം അസ്ഥിയും മാംസവും ഒരുക്കി ചെറിയ ഞരമ്പുകളുടെ സമാഹാരമായി. വൻമരം പുൽക്കൊടിയായി. ഓർക്കാപ്പുറത്ത് അവൻ ചേർത്തണച്ചു. കുതറിയപ്പോൾ അടക്കിപ്പിടിച്ചു. ഞാൻ വിടില്ല, എനിക്ക് വേണം എന്ന് കിതച്ചു. റോമി, അരുത് എന്ന് അവൾ നിലവിളിച്ചു. അതെ, അരുത്, കുതറരുത് എന്ന് അവൻ പരിഹസിച്ചു. സെപ്റ്റംബർ 30 അക്കൗണ്ട് ക്ലോസിംഗ് ഡേ അല്ല, അക്കൗണ്ട് ഓപ്പണിംഗ് ഡേ. നിൻ്റെയും എൻ്റെയും, നമ്മുടെ സ്നേഹത്തിൻ്റെ ഫിക്സഡ് അക്കൗണ്ട്. അവൻ പഴയൊരു ഫോൾഡർ തുറന്നു. പഴയ ഇമെയിലുകൾ. ഐ ഡ്രീം യു, ദെർഫോർ ഐ ആം. പ്രണയമരം, മൃദുലതലങ്ങൾ. അവൾ നല്ല കാമുകി. അല്ലെങ്കിലും പ്രേമിക്കാൻ നല്ലത് പ്രായക്കൂടുതലുള്ള പെണ്ണുങ്ങൾ, പ്രിഫറബിളി അവിവാഹിതകൾ, പുരുഷനെ അറിയാത്തവർ, അവരെക്കുറിച്ച് സ്വപ്നങ്ങളുള്ളവർ. പാവങ്ങൾ. സ്നേഹിക്കപ്പെടുകയില്ല, പ്രണയിക്കപ്പെടുകയില്ല, ചുംബിക്കപ്പെടുകയില്ല. കാത്തിരുന്ന് മുരഞ്ഞു മരിച്ചു പോകും. അതിനു തൊട്ടു മുമ്പിലെത്തുന്ന കച്ചിത്തുരുമ്പിൽ ആർത്തിയോടെ അള്ളിപ്പിടിക്കും. അടുത്തപ്പോൾ എന്തൊരത്ഭുതം! അവളിലൊരു അസാധ്യ സ്ത്രീ. ഉണങ്ങിയ പുൽമേടുകളിൽ അഭിലാഷങ്ങളുടെ 1000 വിത്തുകൾ ഉറങ്ങുന്നുണ്ട്. തൊട്ടു വിളിക്കുമ്പോൾ അവ ഉണരുന്നുണ്ട്. തളിരും പൂവും വിടർത്തി തണൽ വിരിക്കുന്ന വൻ മരങ്ങളാകുന്നുണ്ട്. സ്വന്തം വാക്കുകൾ അവൻ വീണ്ടും വായിച്ചു. ഈ അക്കൗണ്ട് സ്ഥിരനിക്ഷേപമല്ല, നിത്യനിക്ഷേപമാണ്. മരണം വരെ ഉറപ്പുള്ളത്. അടുത്ത സെപ്റ്റംബർ 30 ലീവ് എഴുതി കൊടുത്തു. അതാണ് നമ്മുടെ വാർഷിക ദിനം. ലോൺ മീ എ ഡേ ആൻഡ് എ നൈറ്റ്. വേണ്ട റോമി, വേണ്ട. വേണം, കൂടിയേ തീരൂ. അന്നത്തെ ഓരോ തമാശ. അവൻ തിരക്കിട്ട് ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്തു. പുതിയതൊന്ന് തുറന്നു. സെപ്റ്റംബർ 30, 2004 അക്കൗണ്ട് ക്ലോസിംഗ് ഡേ. ലീവ് കിട്ടാത്ത ദിവസം. ആദ്യത്തെ വാർഷികം. 2 പേരും സിക്ക് ലീവ് എടുത്തു. അവൻ്റെ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ കാട്ടിലേക്ക് പോയി. കാടിൻ നടുവിൽ തടിയിൽ തീർത്ത കൂടുപോലെയൊരു കെട്ടിടം. അനങ്ങുമ്പോഴൊക്കെ ഇക്കിളിപ്പെടുന്ന പലകകൾ. ചില്ലുജനാലയ്ക്ക് പുറത്ത് ഒരു കാൽപ്പാടകലെ തടാകം. ഇരകളുടെ നിതാന്ത മർമ്മരം. പക്ഷികളുടെ കളിച്ചിരികൾ. ഇളകുന്നതും ഇഴയുന്നതും പായുന്നതുമായ ശബ്ദങ്ങൾ. ഇരുട്ടിൻ്റെ ചുരുണ്ട മുടിക്കെട്ട് പെട്ടെന്നഴിഞ്ഞു. തടാകത്തിൽ ആനകൾ ഇറങ്ങി. വനം വകുപ്പുകാർ തകരം മുട്ടി വിരട്ടി. മറുപടിയായി കാട്ടുപോത്തുകൾ മുക്രയിട്ടു. മലമുഴക്കി നിലവിളിച്ചു. മുളങ്കാടുകൾ ഉലഞ്ഞാടുകയും ഞെരിയുകയും മുറിയുകയും ചെയ്തു. പിന്നെ ഇടിവെട്ടി മഴ പെയ്തു. ഇരുട്ട്. ചിമ്മിനി വിളക്കുകളുടെ മഞ്ഞവെട്ടം. 1000 തരം നിശാശലഭങ്ങൾ. പേടിയുണ്ടോ? അവൻ ചോദിച്ചു. പേടിയോ? അവൾ സങ്കടത്തോടെ ചിരിച്ചു. 33 വയസ്സ്, അവിവാഹിത. 5 വയസ്സിനിളയ ചെറുപ്പക്കാരനോടൊപ്പം കൊടുങ്കാടിന് നടുവിൽ. എനിക്കോ പേടി? അവൻ കൈപ്പത്തിയിൽ തൊടുന്നു. 5 വയസ്സിൻ്റെ കുറവ് സ്നേഹം കൊണ്ട് നികത്താം. പോരെ? മതി. നനഞ്ഞ കണ്ണുകൾ അവൻ തുടച്ചു തരുന്നു. ഇടതെങ്ങിയ ചുരുണ്ട മുടിയിഴകളിൽ തലോടുന്നു. വനം വകുപ്പിൻ്റെ മെസ്സിൽ നിന്ന് ആഹാരം കഴിച്ച് തണുത്ത ഇരുട്ടിൽ മുറിയിലേക്ക് നടക്കുമ്പോൾ ചേർത്തു പിടിക്കുന്നു. റോമി, നീ ഒരു മണ്ടനാണ് എന്ന് അവൾ വിതുമ്പുന്നു. അല്ല. അവൻ പൊള്ളുന്ന ചുണ്ടുകൾ കഴുത്തിലുരുമുന്നു. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ. അത് കാലം തെളിയിക്കും. കാലം തെളിയിച്ചു. അവൻ മറ്റൊരു ഫോൾഡർ തുറന്നു. പൂത്തുലഞ്ഞ മരം. ചുവട്ടിൽ അവൻ. നീല ഷർട്ടിൻ്റെ മീതെ വളച്ചിട്ടത് അവളുടെ വെളുത്ത ഷാൾ. അവളെടുത്ത ചിത്രം. മറ്റൊരു ഫോട്ടോയിലുമില്ലാത്ത അഴക്. യു ആർ എ ഗിഫ്റ്റഡ് ഫോട്ടോഗ്രാഫർ. അവൻ അത്ഭുതപ്പെട്ടു. ആ ഫോട്ടോ ക്യാമറ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അവൾ പൂത്തുലഞ്ഞു.
എന്തൊരു തമാശ! അവന് അവജ്ഞ തോന്നി. ഉറങ്ങിക്കിടന്ന സർപ്പത്തെ വിളിച്ചുണർത്തിയതുപോലെയായിരുന്നു അത്. ചുറ്റി വരിഞ്ഞു, അസ്ഥികൾ ഒടിച്ചു, ദയവില്ലാതെ വിഴുങ്ങി അവളുടെ സ്നേഹം. എന്തൊരു ശ്വാസം മുട്ടിക്കുന്ന സ്നേഹം! എന്തൊരു നിർദ്ദയമായ സമർപ്പണം! സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ്! അവൾ സ്വയം ശകാരിച്ചു. വിഡ്ഢി, പടുവിഡ്ഢി! ഓർമ്മകളുടെ കാട്ടിൽ വഴി തെറ്റിയവൾ. വൻമരങ്ങളുടെ കാട്, ഓരോ മരത്തിലും പക്ഷിക്കൂട്, നിലവിളിക്കുന്ന മലമുഴക്കികൾ, കാടുമുഴക്കികൾ, ചൂളക്കാക്കകൾ. കാട് ഒരിക്കലേയുള്ളൂ, പിന്നീട് നാടുമാത്രം. നാടല്ല, നഗരങ്ങൾ. രാത്രി ഒരിക്കലേയുള്ളൂ, പിന്നീടെല്ലാം പകലുകൾ. മുഖം കൊടുക്കാതെ ഓടിച്ചെല്ലുന്നിടങ്ങൾ. സമയം തീരെയില്ല. പെട്ടെന്ന് ബന്ധപ്പെടണം, പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യണം, പുറത്തിറങ്ങി അപരിചിതരെ പോലെ നടക്കണം. പിന്നെ കൂടിക്കാഴ്ചകൾ കുറയുന്നു, സംഭാഷണം പേരിനാകുന്നു. സൂക്ഷിക്കണം എന്ന് വിഹ്വലപ്പെടുന്നു. എന്തിനു സൂക്ഷിക്കണം? അവൾ പരിഭവിക്കുന്നു. നിനക്കു വേണ്ടി, നമുക്ക് വേണ്ടി സൂക്ഷിക്കണം. ക്ഷമയില്ലേ നിനക്ക്? ഞാൻ നിന്റേതല്ലേ? അവൾക്ക് പിണക്കം, പരാതി. റോമി, നീ എന്നെ ഒഴിവാക്കുകയാണോ? നീ ഇങ്ങനെ പ്രീ ഡിഗ്രിക്കാരി ആകരുത്. ഒന്നുമില്ലെങ്കിൽ 10-35 വയസ്സായില്ലേ? അവൻ്റെ മൊബൈൽ ഇടയ്ക്കിടെ ശബ്ദിക്കുന്നു. അവൻ്റെ മുഖത്ത് നിറഭേദമുണ്ടാകുന്നു. ചില വിളികൾ വരുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു. ചില മെസ്സേജുകൾ വരുമ്പോൾ തിടുക്കത്തിൽ ഡിലീറ്റ് ചെയ്യുന്നു. ആരാണ്? നീ അറിയില്ല. ഒരു പഴയ ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു കുരിശ്. എന്തൊരു കുരിശ്! അവൻ തനിച്ചിരുന്ന് മുറുമുറുത്തു. എന്തൊരു സ്വാർത്ഥത! നോക്ക്, എനിക്കൊരു കുടുംബമുണ്ട്. അമ്മ, അച്ഛൻ, ചേട്ടന്മാർ, മറ്റു കൂട്ടുകാർ. അവർ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. അപ്പോൾ ഞാൻ? അവളുടെ ചുവക്കുന്ന മുഖം, പരക്കുന്ന നിശബ്ദത. എന്താ മറുപടിയില്ലാത്തത്? നിനക്കെന്നെ മടുത്തോ? അവൾ ശോഭിച്ചു. ഞാനിത് അർഹിക്കുന്നു. അവൾ ചിലച്ചു. ഞാനിത് തന്നെ അർഹിക്കുന്നു, ഈ പ്രായം വരെ കാത്തിരുന്നതിന്. അവനും ശോഭിച്ചു. കാത്തിരുന്നോ? ആരെ? എന്നെയോ? നിനക്കാരെയും കിട്ടിയില്ല, അതാണ്, അതുകൊണ്ട് മാത്രമാണ്. അവൾ തകരുന്നു. എന്താ നീ പറഞ്ഞത്? പറഞ്ഞപ്പോൾ കേട്ടില്ലേ? എല്ലാ കാലത്തും ഒന്നും ഒരുപോലെയല്ല. മനുഷ്യർ മാറും, മറക്കും, മരിക്കും. അത് പ്രകൃതി നിയമം. അവൻ ഫോൾഡർ ഡിലീറ്റ് ചെയ്തു. പഴയതൊക്കെ കളയാൻ സമയമായി. സെപ്റ്റംബർ 30 അക്കൗണ്ട് ക്ലോസിംഗ് ഡേ. സെപ്റ്റംബർ 30, 2005. അവൾ ഫയലുകൾ ഓരോന്നായി അടച്ചു. ഫോൾഡറുകൾ ഒന്നൊന്നായി പൂട്ടി. സിസ്റ്റം പതുക്കെ പതുക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അറിഞ്ഞോ, ഒരു പൂച്ച കണ്ണടച്ചു പാല് കുടിക്കുന്നു. ഒരു സഹപ്രവർത്തകയുടെ പരിഹാസം. മനസ്സിലായില്ല. നമ്മുടെ റോമി, അവൻ്റെ മനസ്സമ്മതം അടുത്തയാഴ്ച. നമ്മളെ ആരെയും വിളിക്കുന്നില്ല. അവൾ ഞെട്ടിത്തരിക്കുന്നു. ശരീരം മരവിക്കുന്നു. വലിയൊരു സ്ഫോടനത്തിൽ ഇല്ലാതാകുന്നു. പേടി കാണും, നമ്മളാരെങ്കിലും മുടക്കിയാലോ? അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ചിരിക്കുന്നു. കണ്ണുകൾ മങ്ങുന്നു, കാഴ്ച മറയുന്നു. പക്ഷേ കണ്ണടച്ചിട്ടും കാട് കാണുന്നു. കാട്, ഇലകൾ, ചില്ലകൾ, കെട്ടിപ്പിടിച്ചാൽ വട്ടമെത്താത്ത വലിയ വലിയ തായ്തടികൾ. കാട് മറക്കാൻ സാധിക്കുന്നില്ല. അവൻ നിസ്സംഗനാകുന്നു. നീയത് മറക്കണമെന്ന് ആര് പറഞ്ഞു? വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല. പിന്നെ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ക്ലിപ്പിങ്ങുകൾ പലതും എൻ്റെ കയ്യിലുണ്ട്. അവളുടെ കണ്ണുകൾ മിഴിയുന്നു. ലജ്ജയില്ലേ നിനക്ക്? ഇതിലെന്ത് ലജ്ജിക്കാൻ? അവൻ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തു. ജീവിതം അങ്ങനെയാണ്. ചിലത് ക്ലോസ് ചെയ്യും, ചിലത് ഓപ്പൺ ചെയ്യും. കൊണ്ടു നടക്കാൻ വയ്യാത്തത് അവസാനിപ്പിക്കുക തന്നെ വേണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ. വാക്കു തന്നിട്ടുണ്ട്, ആശ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. ഒരു വശത്ത് കൂടുതൽ നല്ല ജീവിതം, കൂടുതൽ സുന്ദരി, കൂടുതൽ ധനിക, വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയവൾ. മറുവശത്ത് പ്രായം കൂടിയ സ്ത്രീ, മേലുദ്യോഗസ്ഥ, ഒരുതരം മേൽക്കോയ്മ, ഒരുതരം അധികാരം. പോകെ പോകെ പ്രശ്നമുണ്ടാകും, എപ്പോഴെങ്കിലും പിരിയും. അപ്പോൾ അന്നു പറഞ്ഞത്? അതോ, യുദ്ധത്തിലും രതിയിലും എന്തും പറയാം. വിശ്വസിച്ചത് നിന്റെ തെറ്റ്. അത് ശരി. അവൾ നെടുവേർപ്പിടുന്നു. മിഠായി കൊടുക്കുന്നു. എൻ്റെയും വിവാഹം നിശ്ചയിച്ചു. നീ വരണം. പക്ഷേ അതിനു മുമ്പ് ഒരു രാത്രി കൂടി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അന്നത്തെ പോലെ, കാട്ടിലെ ആ ആദ്യ രാത്രി പോലെ. അവൻ മിഠായി വായിലിടുന്നു. വരാം, ഞാൻ എന്നും ഉണ്ടാകും. വിവാഹം നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിൻ്റെയും അവസാനമല്ല. സെപ്റ്റംബർ 30, 2005. അമാവാസി പോലെ ഇരുട്ട്. ജോലി തീർത്ത് വേഗം നടക്കുമ്പോൾ രാത്രി ഒരു കാടാകുന്നു. 2ാം നിലയിലെ വാടക വീട് മരച്ചില്ലയാകുന്നു. അവൾ സൂക്ഷിച്ചു പടികൾ കയറി. രാവിലെ വാങ്ങിവെച്ച മുല്ലമുട്ടുകളുടെ സൗരഭ്യം നിറഞ്ഞ മുറി തുറന്നു. തിരക്കിട്ട് കുളിച്ചു. മന്ത്രകോടിയായി വാങ്ങിയ സാരി ഉടുത്തു.
ചുരുണ്ട മുടിയിൽ മുല്ലപ്പൂ ചൂടി, കണ്ണെഴുതി പൊട്ടുതൊട്ട് സുഗന്ധദ്രവ്യങ്ങൾ പൂശി. അവനെ വീണ്ടും വിളിച്ചു. ഒരു തവണ, ഒരൊറ്റ തവണ, ഇനി ഒരിക്കലും വേണ്ട എന്ന് ഓർമ്മിപ്പിച്ചു. കാത്തിരിക്കെ അവൾ കാട്ടുതീയിൽ എരിഞ്ഞു. അവനൊരിക്കലും തന്നെ കാടായി കണ്ടില്ലെന്ന് നിരാശപ്പെട്ടു. ഒരു തീപ്പെട്ടിയായി മാത്രം ഉപയോഗിക്കപ്പെട്ടതിൽ സങ്കടപ്പെട്ടു. വെറുമൊരു തീപ്പെട്ടി, നിറയെ കൊള്ളികളുള്ളത്, ഒരു ഗ്യാസ് അടുപ്പ് ഒരിക്കൽ കത്തിക്കാൻ ഉപയോഗിക്കാവുന്നത്, ആവശ്യം കഴിഞ്ഞാൽ കുത്തിക്കെടുത്താവുന്നത്. പാവം, അവന് തെറ്റി. കാട് പെട്ടെന്ന് കത്തുകയില്ല, കത്തിയാൽ കെടുകയുമില്ല. കത്തിയത് തെറ്റെങ്കിൽ കൊളുത്തിയത് കൊടിയ തെറ്റ്. പങ്കിട്ട തെറ്റിന് പപ്പാതി പ്രായശ്ചിത്തം. സെപ്റ്റംബർ 30, 2005. ജോലി തീർക്കാനാകാം. അവൻ വന്നു. ശബ്ദമില്ലാതെ പടിക്കെട്ടു കയറി. കുറ്റിയിടാത്ത വാതിൽ മുട്ടി വിളിക്കാതെ തുറന്നു. ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. അവൾ അവനെ ആവേശത്തോടെ സ്വീകരിച്ചു. ഇത് കാടാണ്. അവൾ അവനെ പ്രലോഭിപ്പിച്ചു. നമുക്കിവിടെ കാട്ടുതീ പടർത്താം. അവൻ കീഴടങ്ങിയപ്പോൾ അവൾ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു. മെഴുകുതിരി കത്തിച്ചു. നേരത്തെ ഏർപ്പാടു ചെയ്തവർ ഓടി വന്നു. വാതിൽ ചവിട്ടി തുറന്നു. നഗരാകാന്തത്തിനു നടുവിൽ കോൺക്രീറ്റ് ഏറുമാടത്തിൽ കാട്ടുതീ കത്തിപ്പിടിച്ചു. ആൾക്കൂട്ടത്തിനും ക്യാമറകൾക്കും നടുവിൽ പേടിച്ചു നിലവിളിക്കുന്ന കാടുമുഴക്കിയായി അവൾ അഭിനയിച്ചു. കാട്ടുതീ. അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് ജീപ്പിലിരിക്കെ കത്തിയെരിയുന്ന അവനോട് അവൾ പറഞ്ഞു, നോക്ക്, എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും കാട്ടുതീ.